അബ്ദുള്ള എന്നിവർ വഫാത്താകുമ്പോൾ ആമിന ബീവി 2 മാസം ഗർഭിണിയായിരുന്നു എന്ന് നാം പറഞ്ഞു. ആമിന ബീവിക്ക് വന്നുപെട്ട അപ്രതീക്ഷിതമായ വൈധവ്യത്തിൻ്റെ നീറ്റലുകളും പ്രയാസങ്ങളും തൻ്റെ മനസ്സിനെ സദാസമയം അലട്ടിയിരുന്നു. എങ്കിലും ഗർഭത്തിൽ താൻ ചുമന്നിരിക്കുന്നത് മഹാനുഭാവനായ ഒരു കുഞ്ഞിനെയാണ് എന്ന തിരിച്ചറിവ് ആമിനാക്ക് എല്ലാം മറക്കാൻ പോന്നതായിരുന്നു. സാധാരണ ഗർഭിണികൾക്കുണ്ടാവുന്നത് പോലെയുള്ള ക്ഷീണമോ പ്രയാസമോ ആമിന ബീവിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല, തുടരെയായി സുവിശേഷങ്ങൾ തന്നെ തേടിയെത്തിയിരുന്നു. 1-ാം മാസത്തിൽ ആദം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് സ്വപ്നത്തിലൂടെ ആമിന ബീവിക്ക് സന്തോഷവാർത്ത അറിയിച്ചു. ആമിന, ലോകത്തെ ഏറ്റവും വലിയ നേതാവിനെയാണ് താൻ ഗർഭം ചുമന്നത് എന്ന്. 2-ാം മാസം ഉറക്കിൽ ഇദ്രീസ് അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമിന ബീവിയോട് താൻ ഗർഭം ചുമന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ മഹത്വവും അമൂല്യമായ സ്ഥാനങ്ങളും വർണ്ണിച്ചു കൊടുത്തു. 3-ാം മാസം ഉറക്കിൽ നോഹ് അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമിന ബീവിയോട് പറഞ്ഞു, ആമിന, നീ വലിയ സഹായത്തിൻ്റെയും വിജയങ്ങളുടെയും ഉടമസ്ഥനായ ഒരു മഹാനുഭാവനെയാണ് ഗർഭം ചുമന്നിരിക്കുന്നത്. 4-ാമത്തെ മാസം ഉറക്കിലൂടെ ഇബ്രാഹിം അലിഹിസ്സലാം വന്നുകൊണ്ട് ആമിന ബിവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിൻ്റെ മഹത്വം വർണ്ണിച്ചു കൊടുത്തു. 5-ാം മാസം ഉറക്കിലൂടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമിന ബിവിയോട് പറഞ്ഞു, വലിയ ഗാംഭീര്യവും മഹത്വവുമുള്ള ഒരു കുഞ്ഞിനെയാണ് അങ്ങ് ഗർഭം ചുമന്നിരിക്കുന്നത്. 6-ാം മാസം ഉറക്കിലൂടെ മൂസ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനമഹത്വങ്ങൾ ആമിന ബീവിക്ക് വിശദീകരിച്ചു കൊടുത്തു. 7-ാം മാസം ഉറക്കിലൂടെ ദാവൂദ് അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമിന താൻ ഗർഭം ചുമന്നിരിക്കുന്നത് മഖാമും മഹ്മൂദിൻ്റെയും ഹൗദുൽ കൗസറിൻ്റെയും ലിവാ ഉൽ ഹംദിൻ്റെയും ഉടമസ്ഥനായ വലിയ മഹത്വമുള്ള ഒരു മഹാനുഭാവനെയാണ് നീ ഗർഭം ചുമന്നത് എന്ന് പറഞ്ഞു. 8-ാം മാസം ഉറക്കിലൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, ആമിന, അന്ത്യ കാലഘട്ടത്തിലെ പ്രവാചകനെയാണ് നീ ഗർഭം ചുമന്നിരിക്കുന്നത്. 9-ാം മാസം ഉറക്കിലൂടെ ഈസാ നബി അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, ആമിന, നീ ദീനിൻ്റെ പ്രചാരകനും സ്ഫുടഭാഷിയും വലിയ മഹാനുഭാവനുമായ കുലീനനായ ഒരു കുഞ്ഞിനെയാണ് നീ ഗർഭം ചുമന്നിരിക്കുന്നത്. ഈ വന്ന മുഴുവൻ പ്രവാചകന്മാരും ഒരു വസിയത്ത് ആമിന ബീവിക്ക് നൽകിയിരുന്നു. ഈ കുഞ്ഞ് ജന്മമെടുത്താൽ മുഹമ്മദ് എന്ന അപൂർവമായ ആ നാമം കുട്ടിക്ക് വിളിക്കണമെന്ന്. ആമിന ബീവിയുടെ ഗർഭകാലം 9 മാസം പൂർത്തിയായി. പ്രസവത്തിൻ്റെ നോവ് ആരംഭിച്ചു. ഈ സമയത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കരങ്ങൾ മേൽപോട്ടുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് തൻ്റെ ഗർഭമെടുക്കാൻ വേണ്ടി മഹദികളായ ഫിർഔൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹയും മറിയം ബീവിയും ഒരു കൂട്ടം ഹൂറുൽ ഈങ്ങളും തൻ്റെ അടുത്ത് ഹാജരായി. അള്ളാഹുവിൻ്റെ മാലാക്കമാർ തന്നെ വലയം ചെയ്തു. മുന്നിൽ ജിബ്രീലും വലതുഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാമും. ആമിന ബീവിക്ക് പ്രസവനോവ് ശക്തമായി. പ്രപഞ്ചം ഒന്നടങ്കം പ്രതീക്ഷയുടെ കാത്തിരുന്ന ആ പുണ്യനിമിഷം വന്നെത്തിക്കഴിഞ്ഞു. ആമിന ബീവി പ്രസവിച്ചു. അത്ഭുതങ്ങൾ നിറഞ്ഞ കുഞ്ഞ്, കണ്ണിൽ സുർമയിട്ട, പൊക്കിൽ കൊടി മുറിച്ച, ജലാകർമ്മം നടത്തപ്പെട്ട, സുജൂദിലായി കിടക്കുന്ന ഒരു കുഞ്ഞ്. മലായിക്കത്തുകൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആകാശലോകത്തും ഭൂമിയാസകലവും സമുദ്രങ്ങളിലുമൊക്കെ ആ കുഞ്ഞുമായി സഞ്ചരിച്ചു. എല്ലാവരിലും ആ കുഞ്ഞിൻ്റെ ജന്മത്തിൻ്റെ
സന്തോഷവാർത്ത അറിയിക്കുകയും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവർ തിരിച്ചെത്തുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് 2 കൺതടങ്ങൾക്കിടയിൽ ചുംബനമർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആ കുഞ്ഞിനോട് പറഞ്ഞു, അന്ത യാസീൻ, അന്ത ഹമീം, അന്ത തോഹ, അന്ത വലിയുൻ നുഫൂസിൽ മുഅ്മിന. ജിബ്രീൽ അലൈഹിസ്സലാം ആ കുട്ടിക്ക് പല നാമകരണങ്ങളും അവിടെ വെച്ച് വിളിച്ചു. അത്ഭുതങ്ങളും ഒട്ടേറെ സവിശേഷതകളും നിറഞ്ഞ ആ കുട്ടി ഭൂലോകത്തേക്ക് പിറന്നു വീണപ്പോൾ കൂടുകളിൽ നിന്ന് പക്ഷികളെല്ലാം പുറത്തിറങ്ങി. ഹൂറുൽ ഈങ്ങൾ അത്ഭുത പരതന്ത്രരായി വിളിച്ചു പറഞ്ഞു, മാഹാദൻ നൂറുല്ലദീ മലഅൽ ബിഖാഅ വകസാഹ. ഭൂലോകത്തെ മുഴുവനും നിറച്ച ഈ പ്രഭ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലോകത്തിൻ്റെ നേതാവാകാൻ പോകുന്ന ഒരു കുഞ്ഞിൻ്റെ പിറവിയുണ്ടായിരിക്കുന്നു. അതിൻ്റെ അടയാളങ്ങളാണ് ഇവിടെ കാണുന്നത് എന്ന്. കുട്ടി പിറന്നു വീണപ്പോൾ ആമിന ബീവി കുട്ടിയിലേക്കൊന്ന് എത്തി നോക്കി. പ്രഭാതം പൊട്ടിവിടർന്നതുപോലെ പ്രകാശിക്കുന്ന ശരീരം, കറുത്തിരുണ്ട മുടി, സൂര്യനേക്കാൾ പ്രശോഭിതമായ വദനം, കറുത്തിരുണ്ട പുരിയങ്ങൾ, സുറുമയിട്ട കണ്ണുകൾ, ലോലമായ വടിവത്ത മൂക്ക്, വെള്ളിക്കിണ്ണം പോലെ വെട്ടിത്തിളക്കുന്ന മാൻപേടയേക്കാൾ ഭംഗിയുള്ള കഴുത്ത്. എന്തൊരു ഭംഗിയുള്ള കുഞ്ഞ്! തൻ്റെ 2 ചുമലിൻ്റെയും ഇടയിൽ നുബുവത്തിൻ്റെ ആ ചിഹ്നം കാണാമായിരുന്നു. കുഞ്ഞിൻ്റെ ജന്മം നടക്കുമ്പോൾ ഖുറൈശി പ്രമുഖനും നാട്ടുപ്രമാണിയും പിതാമഹനുമായ അബ്ദുൽ മുത്തലിബ് എന്നവർ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് വന്ന ആൾ പറഞ്ഞു, യാ അബൽ ഹാരിസ്, ഉരിദലക മൗലൂദുൻ ലഹു അംറു നജീബുൻ. അത്ഭുതം നിറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങേക്ക് പിറവിയെടുത്തിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അലൈസ ബഷറൻ സവിയ, എല്ലാം തികഞ്ഞ ഒരു കുഞ്ഞെന്നെയല്ലേ? ആഗതൻ പറഞ്ഞു, അതെ, സൗന്ദര്യവാനായ, എല്ലാം നിറഞ്ഞ, അത്ഭുതം നിറഞ്ഞ ഒരു കുഞ്ഞാണ് പിറവിയെടുത്തിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് സുജൂദിൽ വീണു. തലയും കൈയും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് പ്രസവം നടന്ന വീട്ടിലേക്ക് ആമിനയുടെ അടുത്തേക്ക് വന്നു. കുട്ടിയെ വാരിപ്പുണർന്ന് കഅബയുടെ ചാരത്തേക്ക് താൻ ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഈ സന്തോഷത്തിൽ നന്ദി പ്രകടിപ്പിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഉലാമ തയ്യിബൽ അർദാനി കസാദ ഫിൽ മഹ്ദി അലൽ ഇൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർകാനി ഹത്താ അറാഹു ബാലിഗൽ ബുനിയാനി ഉഈദുഹു മിൻ ശർരി ദീ ശൻആനി മിൻ ഹാസിദിൻ മുസ്തറബിൽ ഐനാനി അൻതല്ലദീ സുമ്മീത ഫിൽ ഖുർആനി അഹ്മദ മക്തൂബൻ അലൽ ജിനാനി സ്വല്ലാ അലൈക്കല്ലാഹു ഫിൽ അഹ്യാനി അഹ്മദുഹു ഫിശ്ശിർരി വൽ ഇലാനി ഹഖൻ അലൽ ഇസ്ലാമി വൽ ഈമാനി. അബ്ദുൽ മുത്തലിബ് കുഞ്ഞിൽ ഉണ്ടായതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പാടിയതാണ്, കഅബയുടെ ചാരത്ത് വെച്ച് പാടിയതാണ് ഈ ഈരടികൾ. അബ്ദുൽ മുത്തലിബ് കുഞ്ഞുമായി വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കുഞ്ഞിന് അന്നെവിടെയും കേൾക്കാത്ത അപൂർവമായൊരു നാമം മുഹമ്മദ് എന്ന് കുട്ടിക്ക് നാമം വിളിക്കുകയും 7-ാം ദിവസം അത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. മക്കയിലെ ഷേബ് ബനു ഹാഷിമിലുള്ള അബൂതാലിബിൻ്റെ വീട്ടിൽ വെച്ചാണ് ആമിന ബീവി കുഞ്ഞിന് ജന്മം നൽകിയത്. അവരുടെ പ്രസവമെടുക്കാൻ വന്നിരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഷിഫാ റളിയല്ലാഹു അൻഹയായിരുന്നു.
വലിയ അത്ഭുതങ്ങളാണ് ആ സമയത്ത് അരങ്ങേറിയത്. കിസ്റയുടെ കൊട്ടാരങ്ങൾ പ്രകമ്പനം കൊണ്ടു. ആ കൊട്ടാരത്തിൻ്റെ 14 ബാൽക്കണികൾ അടർന്നു വീണു. പേർഷ്യയിൽ 1000 വർഷത്തോളമായി കടാതെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധനാമൂർത്തിയായ അഗ്നി കെട്ടടങ്ങി. സാവ തടാകവും തബരിയ തടാകവും വറ്റിവരണ്ടു. അങ്ങനെ പല പല അത്ഭുതങ്ങളും പ്രവാചക തിരുമേനിയുടെ ജന്മസമയത്ത് ലോകത്ത് അരങ്ങേറി. ലോകം മുഴുവനും ആ ആശ്ചര്യങ്ങൾ കണ്ടുകൊണ്ട് അമ്പരന്നുപോയി. വിശ്വവിമോചകനും ലോകത്തിൻ്റെ വഴികാട്ടിയും പിന്നീട് അന്ത്യപ്രവാചകരുമായി നിയുക്തരായ ഈ കുഞ്ഞിൻ്റെ ജന്മസുദിനം നടന്നത് ക്രിസ്താബ്ദം 571 ആനക്കലഹ സംഭവം കഴിഞ്ഞ് 50 ദിവസങ്ങൾക്ക് ശേഷം റബീഉൽ അവ്വൽ 12 പ്രഭാത സമയത്തായിരുന്നു. ഈ സുദിനം സമാഗതമാകുമ്പോൾ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം സന്തോഷത്തോടെ ഈ സുദിനത്തെ വരവേൽക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.